സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ എല്ലായ്പ്പോഴും വർഷിക്കട്ടെ. കേരളത്തിലെ പുതിയ മദ്യനയം മൂലം കൂടുതൽ വീടുകൾക്ക് തകർച്ച കാരണമാകുന്നു. 28 മദ്യശാലകൾ ഉണ്ടായ സ്ഥാനത്ത് 900-ൽ പരമായി മദ്യലഹരി പദാർത്ഥങ്ങൾ കിട്ടാതിരുന്നാൽ കുടുംബം ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ കഴിയില്ലേ? നമുക്കറിയാം, നേരത്തെ വിഷയാവതരണത്തിൻ്റെ തന്നെ ഒന്നാമത്തെ കാര്യം വ്യക്തി നന്നാവുക എന്നതാണ്. വ്യക്തി നന്നാകുന്നതിലൂടെ സംഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമായിരിക്കില്ല, കുടുംബമായിരിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, മുടിയനായ പുത്രൻ, ഒരു വീട്ടിലെ മുടിയനായ പുത്രനെ കുറിച്ചറിയാം. ആ വീടിനെ അധോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി പിറവി എടുത്ത ഒരാളെയാണ് നമ്മളൊരു മുടിയനായ പുത്രൻ എന്ന് പറയുക. കാരണം നമുക്കറിയാം, ഒരു കുടുംബത്തിൽ സമാധാനപരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരാൾ ഒരു മദ്യപാനിയായാൽ മതി, ആ വീട് മുഴുവനും എപ്പോഴും അസ്വസ്ഥപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദൈവികമായ ഒരു വ്യവസ്ഥ എന്നുള്ള നിലയിൽ മനുഷ്യന് ചില അതിരടയാളങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. ഈ അതിരടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് മദ്യപിക്കരുത് എന്നുള്ളത്. പ്രവാചകൻ കടന്നു വരുന്ന സമയത്ത് വളരെയധികം വ്യാപകമായ മദ്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയിലാണ് പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നത്. ആ സമൂഹം മദ്യവും മദിരാക്ഷിയും യുദ്ധവും എന്ന 3 രൂപത്തിലുള്ള അവരെ ആസ്വാദനങ്ങളായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. ഈ സന്ദർഭത്തിലാണ് ദൈവത്തിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ മക്കയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതൃവ്യന്മാരായ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ വിശ്വാസികളായ ആളുകൾ തന്നെ ആദ്യകാലത്ത് മദ്യപാനികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണ വലയം ഒരുക്കുന്ന അദ്ദേഹം തന്നെ വലിയൊരു മദ്യപാനിയായിരുന്നു എന്നുള്ളതാണ്. ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ടായിരുന്നു പിന്നീട് ഇത് നിർത്തലാക്കിയത്. പ്രവാചകന്റെ പ്രസിദ്ധമായൊരു വാചനം നിങ്ങൾ പലപ്പോഴും ലഹരി വിരുദ്ധ ദിവസത്തിൽ കണ്ടിട്ടുണ്ടാവാം. അതായത്, മദ്യം എല്ലാത്തരം മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാണ്. ഒരാളൊരു മദ്യപാനി ആയിക്കഴിഞ്ഞാൽ പിന്നീട് അരുതായ്മകൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല എന്നാണ്. അതിന് അദ്ദേഹം പ്രവാചകൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മാതാവിനെയും സഹോദരിയെയും പോലും അദ്ദേഹം തിരിച്ചറിയുകയില്ല എന്നാണ്. എല്ലാത്തരം മ്ലേച്ഛതയിലേക്കും വാതായനം തുറക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് മദ്യപാനം എന്നുള്ളത്. നമുക്കറിയാം, ഇത് അനുഭവിക്കുന്നവർ, ആ കുടുംബത്തിൽ അനുഭവിക്കുന്ന അതിൻ്റെ അരക്ഷിതാവസ്ഥ നമ്മൾ ആ ഒരു മദ്യപാനിയായ ഒരാളുടെ വീട്ടിലെ സഹോദരിമാരോട് ചോദിച്ചാൽ തന്നെ അറിയാം. ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് തന്നു, നിങ്ങൾ ആദ്യം തന്നെ വരുന്ന സമയത്ത് ഒരു പെഗ്ഗായിരുന്നു നിങ്ങൾക്ക് തന്ന് ഇതിനകത്തേക്ക് കയറ്റിയതെങ്കിൽ ഇന്ന് പല ആളുകളും ഈ രൂപത്തിലായിരിക്കില്ല ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുക. ചില ആളുകളുടെ ശരീരത്തിൽ തന്നെ വസ്ത്രം കാണത്തില്ല. ചിലർ നൃത്തം ചെയ്യുന്നുണ്ടാവും, ചിലർ കരയുന്നുണ്ടാവും, ചിലർ ചിരിക്കുന്നുണ്ടാവും. പിന്നെ അങ്ങനെ പല രൂപത്തിലേക്ക് മനുഷ്യൻ മാറും. കാരണം മനുഷ്യന്റെ ബുദ്ധിയെ അത് വ്യതിചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് ഏറ്റവും പവിത്രമായി നൽകിയ ഒന്നാണ്. ആ ബുദ്ധി മനുഷ്യന് ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നൽകിയത്. പ്രവാചകൻ അതിൽ കൊച്ചൊരു കഥ പറഞ്ഞു. ഈ അടുത്തിടെ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ അത് നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സ്വാത്വികനായ ഒരു മനുഷ്യനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ആ നഗരത്തിലെ ഒരു വേശ്യയായ സ്ത്രീ ശ്രമിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിൽ അവർ ഇംഗിതത്തിന് വേണ്ടി ഈ മനുഷ്യനെ ഉപയോഗിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചെങ്കിലും ഒരിക്കൽ പോലും ആ ഭവനത്തിലേക്ക് ആ സ്വാത്വികനായ മനുഷ്യൻ പോയിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തെ കെണിവെച്ച് പിടിക്കുന്നത് മാതിരി ഇവരുടെ ഭവനത്തിൽ എത്തിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ അവരുടെ ആ താല്പര്യത്തിനനുസരിച്ച് അയാൾ മാറണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സന്നദ്ധമായില്ല. ഈ ഘട്ടത്തിൽ പ്രവാചകൻ പറയുന്നൊരു കഥയാണ്. ഈ ഘട്ടത്തിൽ അവർ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 3 ഉപാധികൾ വെച്ചു. ഒന്ന്, അവരുമായി ശാരീരിക ബന്ധം പുലർത്തണം, അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ അധീനതയിലുള്ള ഒരു ബാല്യക്കാരനെ കൊല്ലണം, അല്ലെങ്കിൽ ഒരു പെഗ് മദ്യം കഴിക്കണം. ഈ 3 ഉപാധികളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്തു വിടൂ എന്ന് അവർ. അതുപോലെ തന്നെ അംഗരക്ഷകരുടെ വലയത്തിലാകപ്പെട്ട അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള വഴി അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ നിസ്സാരമായി തോന്നിയത് ഈ കൂട്ടത്തിൽ മറ്റു 2 കാര്യം ഒന്ന്, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായ ഒരു കാര്യമായി വിശ്വസിക്കുന്ന ആ മനുഷ്യൻ ഒരിക്കലും അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഒരു ബാലനെ വധിക്കുക എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല.
പിന്നെ അദ്ദേഹം നോക്കിയപ്പോൾ ശരാശരി വലിയ കുഴപ്പമില്ലാത്ത ഒരു സംഭവമാണ് മദ്യം എന്നുള്ളത്. അതുകൊണ്ട് അതല്പം കഴിക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹം മദ്യപിച്ചു തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അത് കിട്ടണമെന്നുള്ള അങ്ങനെ പകർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വബോധം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ആ സ്ത്രീയുമായി ശാരീരിക ബന്ധം പുലർത്തുകയും ആ കുട്ടി കാണുന്ന സാഹചര്യം വന്നപ്പോൾ അതിനെ വധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പ്രവാചകൻ പരിചയം. എന്നിട്ടാണ് നബി പറഞ്ഞത്, എല്ലാത്തരം മ്ലേച്ഛതകളുടെയും മാതാവാണ് മദ്യം എന്നുള്ളത്. അപ്പൊ ലഹരി ഉണ്ടാക്കുന്നതിന്റെ അല്പം പോലും ഉപയോഗിക്കരുത് എന്നതാണ് പ്രവാചകൻ വെച്ചൊരു ഉപാധി. അതുകൊണ്ട് നമ്മൾ ഈ സദസ്സിലിരിക്കുന്ന ഇത്ര ആളുകളൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ തന്നെ അറിയും. ഈ അടുത്ത കാലത്ത് ആലപ്പുഴ ജില്ലയിൽ ഒരു ഡി അഡിക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു 10-25 ആൾക്കാരുണ്ടായിരുന്നു. ലഹരിക്ക് അടിപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടായപ്പോൾ കുടുംബം അവിടെ എത്തിച്ചതായിരുന്നു. ഒരു 20 ദിവസത്തെ സഹവാസത്തിലൂടെ മദ്യവിമുക്തമാക്കി അദ്ദേഹത്തെ വിടുക എന്നതാണ് ഈ ഡി അഡിക്ഷൻ ക്യാമ്പിലൂടെ സംഭവിക്കുക. അപ്പോൾ അദ്ദേഹം മാത്രം ഒരു 10-15ഓളം ആളുകൾ ഇനി മേലിൽ മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ആളുകളുമായിട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെടുമായിരുന്നു. അതിൽ ഈ 15 ആളുകളിൽ 14 ആളുകളും വീണ്ടും പഴയ ലാവണത്തിലേക്ക് ചേക്കേറി. കാരണം അവർ പോകുന്ന സ്ഥലം, അവർ നേരത്തെ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതിലേക്ക് അവരെ സ്വാധീനിക്കപ്പെടുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അവർ വീണ്ടും മദ്യപാനികളായി മാറി. പക്ഷേ ചിന്നൻ ചേട്ടൻ ഒരിക്കൽ പോലും അതിലേക്ക് പോയില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 8 മാസം കഴിഞ്ഞാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഒരുപാട് കടമുണ്ടായിരുന്നു, 8 മാസം കൊണ്ട് 28,000 രൂപയുടെ കടം ഞാൻ വീടി. ഒന്ന് ആലോചിച്ച് നോക്ക്. 1000ഓളം രൂപ അദ്ദേഹത്തിന് കായലിൽ നിന്ന് ചെളി കുത്തിയെടുത്ത് വള്ളത്തിലിടുന്നതിന് 1000-ലേറെ രൂപ ഒരു ദിവസം കിട്ടും. അധിക സമയം തണുപ്പുള്ള ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഈ ചെളി കുത്തിയെടുത്ത് വള്ളത്തിൽ കയറ്റുന്ന ജോലിയാണ്. അപ്പോൾ 1000-ലേറെ കാശ് കിട്ടുമ്പോൾ അതിലധികവും മദ്യഷാപ്പിലേക്കാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവസാനം മകൾക്ക് വിവാഹം ആലോചിച്ചപ്പോൾ ഒന്നും നടക്കുന്നില്ല. മകന്റെ വിദ്യാഭ്യാസം ആകെ താറുമാറായി. ഈ സന്ദർഭത്തിലാണ് ഈ അമ്മ ഈ ഡി അഡിക്ഷൻ ക്യാമ്പിൽ ഇദ്ദേഹത്തെ എത്തിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, വെറും ഒരു 8 മാസം കൊണ്ട് ഇത്രയധികം ദാരിദ്ര്യം അദ്ദേഹത്തിന് മാറിയെങ്കിൽ നമ്മൾ ഈ അർത്ഥത്തിൽ ഈ മദ്യത്തിലൊരു കൃത്യമായൊരു നിലപാട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും സന്നദ്ധ സംഘടനകൾ ബോധവൽക്കരണത്തിലൂടെ നല്ലൊരു അവബോധം നമ്മളിൽ ഉണ്ടാക്കുകയും ചെയ്താൽ വലിയ റേഞ്ച് ഉണ്ടാകും. പക്ഷെ ഇസ്ലാം ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം കൊണ്ടാണ് ഇത് പരിഹരിച്ചത്. നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തിയും ദൈവം നിരീക്ഷണത്തിന് വിധേയമാക്കും. നാളെ ദൈവസന്നിധിയിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് മനുഷ്യന്റെ ഹൃദയത്തിൽ രൂപപ്പെടുത്തിയാണ് എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ വിമുക്തനാക്കുന്നത്.